ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വ്ളോഗിംഗ് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മലമ്പുഴ ഡാമിനെ കുറിച്ചും അതിനോട് ചേർന്ന് കിടക്കുന്ന മലമ്പുഴ ഗാർഡനെ കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് മലമ്പുഴ ഡാമിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. പാലക്കാടിന്റെ ചൂടേറ്റ നെഞ്ചിലേക്ക് ഒരു തണുത്ത കൈത്താങ്ങായി വിരിഞ്ഞു നിൽക്കുന്നതാണ് മലമ്പുഴ ഡാം. പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പിനെയും മലമ്പുഴ നദിയുടെ മൃദുല ഗാനത്തെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഈ അണക്കെട്ട് വെറും കല്ലും കോൺക്രീറ്റും ചേർന്നൊരു നിർമ്മിതി മാത്രമല്ല, മനുഷ്യന്റെ പ്രതീക്ഷയും പ്രകൃതിയുടെ കരുണയും കൂടിച്ചേരുന്ന ഒരു ജീവിത സ്മാരകമാണ്. 1949 ആരംഭിച്ച് 1955 പൂർത്തിയായ ഈ മഹത്തായ പദ്ധതി കർഷകന്റെ വരണ്ട വയലുകൾക്ക് ജലത്തിന്റെ ജീവൻ പകരാനായിരുന്നു. വേനലിൽ പൊള്ളുന്ന പാലക്കാടൻ നിലങ്ങൾക്കുമേൽ മഴമേഘത്തിന്റെ നിഴൽ പോലെ മലമ്പുഴ വെള്ളം പടർന്നു പന്തലിച്ചു. ഒരു കാലത്ത് മഴയെ കാത്തിരുന്ന വയലുകൾ ഇന്ന് പച്ചപ്പിന്റെ കവിതകൾ എഴുതുകയാണ്. ഡാമിന്റെ മുകളിലൂടെ വീശിയെത്തുന്ന കാറ്റിന് ഒരു പ്രത്യേക സംഗീതമുണ്ട്. ആ കാറ്റിൽ മലകളുടെ നിശ്വാസവും വെള്ളത്തിന്റെ നനവും മനുഷ്യപ്രയത്നത്തിന്റെ ഗന്ധവും കലർന്നിരിക്കുന്നു. സായാഹ്നങ്ങളിൽ സൂര്യൻ മലമുകളിൽ ചായുമ്പോൾ മലമ്പുഴയുടെ ജലതലത്തിൽ പൊന്നിറം പടരുന്നത് ഒരു ചിത്രകാരന്റെ ക്യാൻവാസിൽ ജീവൻ വീഴുന്നത് പോലെ നമുക്ക് തോന്നും. ഡാമിനോട് ചേർന്നുള്ള പൂന്തോട്ടങ്ങൾ പ്രകൃതിയുടെ ചിരി പോലെ വിരിയുന്നു. അവിടെ നിലകൊള്ളുന്ന യക്ഷിശില്പം മനുഷ്യഭാവങ്ങളുടെ നിഗൂഢ സൗന്ദര്യം ഓർമ്മിപ്പിക്കുന്നു. രാത്രിയിൽ വിളക്കുകൾ തെളിയുമ്പോൾ മലമ്പുഴ ഒരു സ്വപ്ന നഗരമായി മാറുന്നു. ജലവും വെളിച്ചവും നിശബ്ദതയും ചേർന്ന് തീർക്കുന്ന ഒരു കവിതയെ പോലെ. മലമ്പുഴയെ കാണാൻ വരുന്നവർ ഒരു ഡാം മാത്രമായി അല്ല കാണുന്നത്. അവർ കാണുന്നത് പ്രകൃതിയും മനുഷ്യനും ചേർന്നെഴുതിയ ഒരു സാഹിത്യം പോലെയാണ്. മലമ്പുഴ ഡാമിന്റെ അരികിൽ പൂക്കളാൽ ചിരിച്ചു നിൽക്കുന്ന ഒരു സ്വപ്നലോകമുണ്ട്. അതാണ് മലമ്പുഴ ഗാർഡൻ. പച്ചപ്പിന്റെ വിരിപ്പിന് മുകളിൽ പ്രകൃതി സ്വന്തം കൈകൊണ്ട് വരച്ച ഒരു ചിത്രപടം പോലെ ആ ഉദ്യാനം മനസ്സിനെ ആകർഷിക്കും. മലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന കാറ്റും ജലത്തിന്റെ തണുപ്പും പൂക്കളുടെ സുഗന്ധവും ചേർന്നപ്പോൾ മലമ്പുഴ ഗാർഡൻ ഒരു നിശബ്ദ കവിയായി മാറുകയാണ്. റോപ്പ് വേയുടെ ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ മലമ്പുഴ ഗാർഡൻ പച്ച നിറത്തിലുള്ള ഒരു പുഷ്പക്കടലായി തോന്നും. രാത്രിയിൽ നിറവെളിച്ചങ്ങൾ തെളിയുമ്പോൾ പൂന്തോട്ടം സ്വപ്നങ്ങളിൽ മാത്രം കാണുന്നൊരു ദൃശ്യമായി മാറുന്നു. നിരനിരയായി നിൽക്കുന്ന തണൽ മരങ്ങൾ, നിറഞ്ഞു വിരിയുന്ന പൂക്കൾ, ജലധാരകളുടെ സംഗീതം എല്ലാം ചേർന്ന് ഒരു പ്രകൃതി സംഗീതം തീർക്കുന്നു. വൈകുന്നേരങ്ങളിൽ കുടുംബങ്ങളും കുട്ടികളും സഞ്ചാരികളും ഇവിടെ ഒത്തുചേരുമ്പോൾ ഗാർഡൻ മനുഷ്യരുടെ സന്തോഷച്ചിരികളാൽ നിറഞ്ഞുപോകും. മലമ്പുഴ ഗാർഡൻ ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, ക്ഷീണിച്ച മനസ്സുകൾക്ക് സമാധാനം പകരുന്ന പ്രകൃതിയുടെ മൃദുലമായ സ്പർശനം കൂടെയാണ്. ഗാർഡന്റെ അകത്ത് പ്രവേശിച്ചാൽ ഗാർഡന്റെ ഹൃദയത്തിൽ നിലകൊള്ളുന്ന യക്ഷിശില്പം നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഇത് പ്രകൃതിയുടെയും സ്ത്രീ സൗന്ദര്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായിട്ട് കണക്കാക്കപ്പെടുന്നു. മലമ്പുഴ ഗാർഡന്റെ അകത്ത് ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾക്ക് ഇപ്പോൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല. എന്നിരുന്നാലും റോപ്പ് വേയിലൂടെ ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ ഒരു മനോഹരമായ ദൂരക്കാഴ്ച നമുക്ക് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. മലമ്പുഴ ഗാർഡനിന്റെ അകത്ത് ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ടുതന്നെ ഇന്ന് അവിടെ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമില്ല. മറ്റൊരു നാൾ നമുക്കായി ഇതിലും മനോഹരമായി ഗാർഡൻ തുറക്കപ്പെടും എന്ന പ്രതീക്ഷയോടെ റോപ്പ് വേയുടെ ഭാഗത്തേക്ക് ഞാൻ പതുക്കെ നീങ്ങി. റോപ്പ് വേയുടെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് പ്രായം കൂടിയ ഒരുപാട് ഗ്രാൻഡ് പാരൻസ് അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. യാത്രയെ എത്രത്തോളം അവർ സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രം അവർ ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്ന് ഈ കാഴ്ചയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി.
യാത്രകളെക്കുറിച്ച് മനഃശാസ്ത്രം ഇങ്ങനെ പറയുന്നു. യാത്രകൾ സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിന് പുതുമ നൽകാനും സഹായകമാകുന്നു. പുതിയ സ്ഥലങ്ങൾ, പുതിയ ആളുകൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ ഇവയെല്ലാം മനുഷ്യന്റെ മസ്തിഷ്കത്തെ ഉണർത്തുന്നു. ദിവസേന ആവർത്തിക്കുന്ന ജീവിതത്തിൽ നിന്ന് കുറച്ചു നേരം മാറി നിൽക്കുമ്പോൾ മനസ്സിന് ഒരു റെസ്റ്റ് ലഭിക്കുന്നു. അതുകൊണ്ടാണ് പലർക്കും യാത്ര കഴിഞ്ഞ് ഒരു ലഘുത്വവും സന്തോഷവും അനുഭവപ്പെടുന്നത്. പ്രകൃതിയിലേക്കുള്ള യാത്രകൾ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കുന്നു. മലകളും മഴയും കാടുകളും ജലാശയങ്ങളും മനുഷ്യന്റെ ഉള്ളിലെ ആശങ്കകളെ പതുക്കെ അഴിച്ചുവിടും. മനഃശാസ്ത്രത്തിൽ ഇതിനെ നാച്ചുറൽ തെറാപ്പി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രകൃതിയോട് അടുത്ത് നിൽക്കുമ്പോൾ മാനസിക സമ്മർദ്ദ ഹോർമോണുകൾ കുറയുകയും സന്തോഷം വർദ്ധിപ്പിക്കുന്ന വികാരങ്ങൾ ഉണരുകയും ചെയ്യുന്നു. യാത്രകൾ ആത്മവിശ്വാസം വളർത്തുന്നു. പുതിയ സാഹചര്യങ്ങളെ നേരിടുമ്പോൾ മനുഷ്യൻ സ്വന്തം കഴിവുകളെ തിരിച്ചറിയുന്നു. അങ്ങനെ എൻ്റെ യാത്രയെ മറ്റൊരു യാത്രയിലേക്ക് തിരിക്കുന്നു.